മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 40-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 25 വേഴ്സ് 40. നമ്മൾ ഇങ്ങനെയാണ് കാണുക: എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ഇത് ചെയ്തു തന്നത്. മദർ തെരേസ തനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നത് കേൾക്കൂ. മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ചേരാൻ വിദേശത്ത് നിന്നൊരു പെൺകുട്ടി വന്നു. ഞങ്ങൾക്കൊരു നിയമമുണ്ട്, പുതുതായി ആര് വന്നാലും അവർ അടുത്ത ദിവസം തന്നെ മരണത്തോട് മല്ലടിക്കുന്നവരുടെ ഭവനത്തിൽ പോകണം. ഇക്കാര്യം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. കുഞ്ഞേ, നീ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ പുരോഹിതനെ ശ്രദ്ധിച്ചോ? എത്ര ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടിയാണ് അദ്ദേഹം തിരുവോസ്തിയിലെ ഈശോയെ സ്പർശിച്ചത്, അല്ലേ? അതെ അമ്മേ, അവൾ പറഞ്ഞു. അതുപോലെ നീയും മരണാസന്നർക്ക് വേണ്ടിയുള്ള ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന രോഗികളോടും വർത്തിക്കണം. കാരണം അതേ ഈശോ തന്നെയാണ് ആ പാവപ്പെട്ടവരുടെ ശരീരത്തിലും. അവൾ പോയി 3-4 മണിക്കൂർ കഴിഞ്ഞ് എന്നെ കാണാൻ വന്നു. അപ്പോൾ അവൾ മധുരമായി ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു പുഞ്ചിരി അമ്മ പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾ എന്നോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈശോയുടെ ശരീരത്തിൽ 3 മണിക്കൂർ സ്പർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയൂ, നീ എന്താണ് ചെയ്തത്? അമ്മ തിരക്കി. ഞങ്ങൾ ഒരു ഓടയ്ക്കകത്തുകൂടി കടന്നുപോയപ്പോൾ ഓടയിൽ വീണ് ഒരു മനുഷ്യനെ അവർ കൊണ്ടുവന്നു. അയാളുടെ ശരീരം മുറിവും പഴുപ്പും കൃമികളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ ഈശോയുടെ ശരീരത്തെയാണ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കപ്പോൾ തോന്നിയിരുന്നു. അവൾ പറഞ്ഞു, അതെ, നല്ല സേവനം മനുഷ്യർക്ക് സമ്പത്ത് നൽകുന്നതല്ല, മറിച്ച് അവരിലെ സമ്പത്ത് അവർക്ക് കാട്ടിക്കൊടുക്കുന്നതാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.